സ്റ്റേറ്റഡ് അലുമിനിയം എടുത്ത് നോക്കിയാൽ തന്നെ ഒത്തിരി അധികം കുട്ടികൾ IAS നേടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആണെങ്കിലും ഇത്തവണ 7 പേരോളം ഇന്റർവ്യൂവിന് പോവുകയും 4 പേരോളം CET നിന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, CET വന്നതായിരുന്നു ആദ്യത്തിന് UPSC ഒരു വരിത്തിരിവിന് കാരണമാകുന്നത്. ഒരു പബ്ലിക് സർവീസിലേക്ക് വരാൻ തക്കവണ്ണമുള്ള ഒരു പ്രേരണ കിട്ടിയത് ഈ കോളേജിൽ നിന്നാന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു CET ആ ഒരു ജീവിതം? CET സർ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗിനെ കാട്ടിലും ആ ഒരു കോളേജ് നമുക്ക് തന്ന എക്സ്പോഷർ ആണ്. എടുക്കുന്നത് ഭയങ്കര റിസ്ക് ആണെന്ന് അറിയാം, എന്നാലും പക്ഷെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു ഡിസൈഡ് ചെയ്യാം. അത് ഐലൻഡ് IPTS നടക്കുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിൽ 52 മാർക്ക് കിട്ടിയെന്ന് കേട്ടിട്ട് അവിടെ നിന്ന് ഫൈനൽ വരുമ്പോഴത്തേക്കും കൺസിസ്റ്റന്റ്ലി 100 സ്കോർ ചെയ്യാൻ പറ്റിയത് യു ആർ ബാക്ക് ടു ദ ബേസിക്സ് അല്ലേ? നീ സ്റ്റാർട്ടഡ് ഡൂയിങ് ഓൾ ദ ടെസ്റ്റ് സീരീസ്. ഇത് പ്രിലിംസ് കിട്ടാന്ന് പറഞ്ഞപ്പോ തന്നെ ഡിസൈഡ് ചെയ്തു ഇനി നെക്സ്റ്റ് CAT അല്ലെങ്കിൽ MBA എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതാം എന്നുള്ളത്. ആദ്യത്തിനും അച്ഛനും ഒക്കെ ആയിട്ട് എന്റെ അമ്മ ഉണ്ടായിരുന്നു, വന്ന് കാണുന്നുണ്ടായിരുന്നു. അത് തിരിച്ചു വന്ന സമയത്ത് വീണ്ടും എഴുതാനായിട്ട്. അപ്പൊ എന്തായിരുന്നു വന്ന് കാണാനായിട്ട് തോന്നിയിരുന്നത്? ഹായ് ഓൾ, നമസ്കാരം. ഞാൻ ഷിനാസ്. ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് ഇത്തവണത്തെ UPSC റാങ്ക് ലിസ്റ്റിൽ 387 റാങ്ക് നേടിയ ആദിത്യ നാരായണനാണ്. കൊല്ലം ആശ്രമം സ്വദേശിയായ ആദിത്യന് ഈ വേദിയിലേക്ക് സ്വാഗതം. റാങ്കിൽ എല്ലാവിധ കൺഗ്രാജുലേഷൻസും. താങ്ക് യു. ആദിത്യന്റെ വീട് കൊല്ലത്താണ് അല്ലേ? ആദിത്യൻ സ്കൂളിലേക്ക് ചെയ്ത് എവിടെയായിരുന്നു? ഞാൻ 10th വരെ നവി പബ്ലിക് സ്കൂളായിരുന്നു സർ. അത് കഴിഞ്ഞ് 11th and 12th SN പബ്ലിക്കിലായിരുന്നു അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് CET വന്ന് ജോയിൻ ചെയ്തു. ആദ്യത്തിന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, CET വന്നതായിരുന്നു ആദ്യത്തിന് UPSC ഒരു വരിത്തിരിവിന് കാരണമാകുന്നത്. ഒരു പബ്ലിക് സർവീസിലേക്ക് വരാൻ തക്കവണ്ണമുള്ള ഒരു പ്രേരണ കിട്ടിയത് ഈ കോളേജിൽ നിന്നാന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു CET ആ ഒരു ജീവിതം? CET സർ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗിനെ കാട്ടിലും ആ ഒരു കോളേജ് നമുക്ക് തന്ന എക്സ്പോഷർ ആണ്. പല കാര്യങ്ങളിലായാലും ഇപ്പം മെക്കാനിക്കൽ പഠിച്ചുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പഠിച്ച എല്ലാവരും ഒന്നും മെക്കാനിക്കൽ അല്ല ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പല ആൾക്കാർക്കും പല വഴികളിലേക്ക് തിരിയാനുള്ള ഒരു അവസരം CET തന്നത്. അപ്പം ഈ ഡിഫറെന്റ് ഇങ്ങനെ അലൂമിനി പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വർക്കിംഗ് സിവിൽ സർവൻസിനെയൊക്കെ കാണുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മേഖല വളരെ വലുതാണ് സിവിൽ സർവീസ് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലായി. അപ്പോഴും നമ്മൾ ആ ഒരു 100% കോൺഫിഡൻസിലേക്ക് വന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നിയത് ശരിക്കും CET തന്നെയാണ്. അതിന്റെ CET അലുമിനിയം എടുത്ത് നോക്കിയാൽ തന്നെ ഒത്തിരി അധികം കുട്ടികൾ IAS നേടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആണെങ്കിലും ഇത്തവണ 7 പേരോളം ഇന്റർവ്യൂവിന് പോവുകയും 4 പേരോളം CET നിന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. CET വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു താങ്കൾ അവിടെ ഒരു ഈ സിവിൽ സർവീസ് ആസ്പിറൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മള് 3rd ഇയർ ആയിരുന്ന ടൈമിൽ ഒരു ഇങ്ങനെ ക്ലബ്ബ് ഫോം ചെയ്യണമെന്നൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പം ഇനിഷ്യൽ ഐഡിയ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ പക്ഷെ തുടക്കത്തിൽ ഒരു ടീമിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്ലബ്ബ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക, അറിയുന്നത് ടോപ്പിക്സ് ഒക്കെ ഷെയർ ചെയ്യുക, പിന്നെ പറ്റുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അലൂമിനി ആയിട്ടുള്ള കൊണ്ടുവരിക, അവരായിട്ട് ഡിസ്കസ് ചെയ്യിക്കുക. നമുക്ക് ആ ഒരു എക്സാമിന് ഉപരി ആ ജോലി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ അതുവഴിയാണ് നമ്മൾ കുറെ കൂടെയൊക്കെ എക്സാമിനെ പറ്റിയും നമ്മുടെ ആ ഒരു നോളജ് എത്രത്തോളം വേണം, ഏതാണ് അതിന്റെ വഴി എന്നുള്ളതൊക്കെ മനസ്സിലായി. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. കാരണം നമ്മൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും പരീക്ഷയെ പറ്റി മനസ്സിലാവണം. പക്ഷെ ഈ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ കയറുന്ന ആ ജോലിയും ആ കരിയറും മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി എഫോർട്ട് ഇടാനായിട്ടുള്ള നമ്മുടെ എനർജി വരുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നത് അത് കോവിഡ് സമയത്താണല്ലോ പാസ് ഔട്ട് ആകുന്നത്. അത് കോവിഡ് കഴിഞ്ഞ് 2019 പാസ് ഔട്ട്. അതിനുശേഷം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി കിട്ടുന്നു, കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് വരുന്നു, ബാങ്കിൽ ജോലി ചെയ്യുന്നു. ബാങ്കിൽ എത്ര നാൾ വർക്ക് ചെയ്തിരുന്നു? ബാങ്കിൽ ഒരു 6-7 മന്ത്സ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോ ആ ഒരു ടൈമില് കോവിഡ് വന്നു. പിന്നെ ഇത് എന്തായാലും സിവിൽ സർവീസിലേക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, ഇപ്പൊ തന്നെ ചെയ്യാം എന്നുള്ളൊരു തോട്ടായിരുന്നു വന്നത്. അങ്ങനെ പിന്നെ ക്വിറ്റ് ചെയ്ത് പ്രിപ്പറേഷൻ ആരംഭിച്ചു. അപ്പൊ പ്രിപ്പറേഷന്റെ പാർട്ടായിട്ട് പല ടെസ്റ്റ് സീരീസ് എടുക്കുകയും തന്നെയായിരുന്നു ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും ഫേസ് ചെയ്തു. അതെ സർ, എസ്പെഷ്യലി കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊരു എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് പഠിക്കാം,
ഇപ്പം എസ്പെഷ്യലി യൂട്യൂബ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ടോപ്പേഴ്സിന്റെയും അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരുടെ ഒക്കെ ചോദിച്ചിട്ട് റിസോഴ്സ് ഒക്കെ കളക്ട് ചെയ്തു. അങ്ങനെ സ്വന്തമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കൂടെ പിന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ്, ഇയർ ലോങ് ടെസ്റ്റ് സീരീസ് ചൂസ് ചെയ്ത് അപ്പൊ നമുക്കൊരു ഡിസിപ്ലിൻ വരാൻ വേണ്ടി ചെയ്ത് ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഓരോ വീക്കിലും നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് അത് ചെയ്ത് പോവാന്ന്. അപ്പം ആ വർഷം എഴുതുമ്പോൾ പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു, മെയിൻസ് എഴുതുന്നു, പാസ്സാവുന്നു, അങ്ങനെ ഇന്റർവ്യൂ വരെ എത്തുന്നു. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിന് സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യമായിട്ട് അസോസിയേറ്റഡ് ആകുന്നത്. എന്നിട്ട് ആ വർഷത്തെ ഇന്റർവ്യൂവില് നല്ല ശുഭപ്രതീക്ഷയോട് തന്നെയാണ് പോകുന്നത് അല്ലേ? അതെ, എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രയും പേര് എത്തുമ്പോൾ, കാരണം ഞാൻ പ്രിലിംസ് എഴുതി കഴിഞ്ഞ് ഞാൻ റിസൾട്ട് വരുന്നവരെ അത്ര ഷുവർ ആയിരുന്നില്ല ഞാൻ പ്രിലിംസ് ക്ലിയർ ആകും. പക്ഷെ പ്രിലിംസ് ക്ലിയർ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻസിലേക്ക് പോയി, അതും ക്ലിയർ ആയി ഇന്റർവ്യൂ വരെ എത്തി. അപ്പം നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം തന്നെ മാക്സിമം കയറാൻ സാധിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ പോയില്ല. ഇന്റർവ്യൂ ആക്ച്വലി ലാസ്റ്റ് ഡേ ആയിരുന്നു എന്റെ ഇന്റർവ്യൂ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഡേയിലായിരുന്നു ഇന്റർവ്യൂ. പക്ഷെ ഇന്റർവ്യൂ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ എന്തോ നമുക്കൊരു ചെറിയ മാർക്സിന് മിസ്സായി. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എനിക്കൊന്ന് ആ സമയം റിസൾട്ട് വന്നിട്ട് വളരെ ഇമ്മീഡിയറ്റ്ലി തന്നെ പ്രിലിംസ് എഴുതണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു ഹാർഡ്ലി വൺ വീക്ക് ആയിരുന്നുള്ളൂ അടുത്ത പ്രിലിംസ്. ആ പ്രിലിംസ് കിട്ടിയില്ല. അപ്പൊ ആ പ്രിലിംസ് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ് നിർത്തണമെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു സമയത്ത്? കാരണം നമുക്ക് തോൽവികൾ വരുമ്പോഴത്തേക്കും നമ്മൾ അത് താൻ എങ്ങനെയായിരുന്നു അതിന് ഫേസ് ചെയ്ത്? എസ്പെഷ്യലി പ്രിലിംസ് ആദ്യത്തെ തവണ ക്ലിയർ ആയി, രണ്ടാമത്തെ തവണ പ്രിലിംസ് പോലും ക്ലിയർ ആവാണ്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഡെസ്പറേഷൻ മൂഡിലായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഇത് ഇനി വീണ്ടും പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമോ, പിന്നെ ഇയർ ഗ്യാപ്പ് വരും, നമ്മുടെ കരിയർ ഗ്യാപ്പ് വരും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഞാനത് ഏകദേശം നിർത്താം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ഇടയ്ക്ക് ഒരു അക്കാഡമിയിൽ ഇങ്ങനെ മെന്ററായിട്ട് പോയി. അപ്പം ആ ഒരു ഫേസ് അങ്ങനെ പുഷ് ചെയ്യും. പക്ഷെ ആ സമയം അത് നിർത്തി വേറെ MBA അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ നോക്കാം എന്നുള്ള ഐഡിയ ആയിരുന്നു. ഓൾമോസ്റ്റ് ഇത് മതിയാക്കാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് തന്നെ വന്നിരുന്നു ആ സമയത്ത്. ഓക്കെ, ഇതിനിടയ്ക്ക് വെച്ചിട്ട് MBA പഠിക്കണമെന്നുള്ള ആഗ്രഹം വരികയും അതുപോലെ കാറ്റ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതുകയും ചെയ്തിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള വർഷമായിരുന്നു ആ വർഷം? അല്ല, ഇത് പ്രിലിംസ് കിട്ടാതെ വന്നപ്പോ തന്നെ ഡിസൈഡ് ചെയ്തു ഇനി നെക്സ്റ്റ് കാറ്റ് അല്ലെങ്കിൽ MBA എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതണം എന്നുള്ളത്. അങ്ങനെ എഴുതി അത്യാവശ്യം റീസെന്റ് സ്കോർസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ MBA ഒരു 2-3 MBA കോളേജിൽ അഡ്മിഷനും കിട്ടി. MBA കോളേജിൽ തന്നെ IFT-യിലായിരുന്നു കയറുന്നത്. അതെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് കൊൽക്കത്തയിലായിരുന്നു. പക്ഷെ അവിടെ പോയി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അത് നമുക്ക് സൂട്ടബിൾ ആവുന്നില്ല. നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്കല്ല നമ്മൾ പോകുന്നത് എന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ കുറച്ച് മെന്റേഴ്സും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സഹായിച്ചിരുന്നു. ഇപ്പം തസ്നി ചേച്ചി ആയാലും, ചേച്ചി വളരെ സപ്പോർട്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. ചേച്ചിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴും മനസ്സിലായതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്ത് നമുക്ക്, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ വരെ എത്തിയുണ്ട്, ഒരു അറ്റംപ്റ്റ് കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല എന്നുള്ള ഒരു ജനറൽ ഫീഡ്ബാക്ക് കിട്ടി. അങ്ങനെ പിന്നെ ആ ഒരു എടുക്കുന്നത് ഭയങ്കര റിസ്ക് ആണെന്ന് അറിയാം എന്നാലും, പക്ഷെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു വരാൻ ഡിസൈഡ് ചെയ്യാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് കരുതിയിട്ട് നമ്മൾ MBA മാറ്റി വെക്കുന്നു. ആക്ച്വലി തസ്നി നമ്മുടെ PCM ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു മുമ്പ്. തസ്നി ഇപ്പൊ റവന്യൂ സർവീസിലെ ഓഫീസറാണ്. തസ്നി ഇതുപോലെ ആദ്യത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. തസ്നിയുടെ ബ്രദറിന്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ പഠിച്ചതൊക്കെ. ഇവിടെ ഒരു പോയിന്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകുന്നു, അവിടെ പോയി ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് അത് പറ്റുന്നില്ല എന്ന് കരുതി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൊ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ അപ്പൊ ചിന്തിച്ചിരുന്നു വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യില്ലയോ? അപ്പം എങ്ങനെയായിരുന്നു വീട്ടുകാരെ കൺവിൻസ് ചെയ്തിരുന്നത്? ആദ്യം അതായത് MBAക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഉടനെ പോണ്ട, ഒരു അറ്റംപ്റ്റ് കൂടെ എടുക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്റെ മനസ്സ് സമ്മതിക്കാതെ ഞാൻ തന്നെ ബ്രേക്ക് വേണ്ടെന്നുള്ള ഇത് വെച്ചിട്ടാണ് MBAക്ക് പോയത്. അപ്പം ഇത് ആദ്യം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് അച്ഛനമ്മയ്ക്ക് ഒരു ഇതായിരുന്നു, കാരണം കിട്ടിയിട്ട് പിന്നെ കളഞ്ഞിട്ട് വരുമ്പോ. പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി, കാരണം എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിലോട് ഞാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പം അച്ഛനമ്മയ്ക്ക് അത് മനസ്സിലായി, ഇത് സീരിയസ് ആയിട്ട് പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോ ഈ UPSC തന്നെ ആയിരിക്കാം വഴി എന്നുള്ള
രീതിയിൽ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു പ്രിവിലേജ് പൊസിഷൻ ഉണ്ട്. കാരണം ഞാനിപ്പോ ജോലി ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫാമിലി നോക്കേണ്ട ആ ഒരു ഇതില്ല. അപ്പൊ അച്ഛനും സപ്പോർട്ട് ചെയ്തു. പേരൻസിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയായിരുന്നു അല്ലേ? അതെ ഡെഫിനറ്റ്ലി, അതില്ലെങ്കിൽ ഒരിക്കലും പറ്റും. ഓക്കെ. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യത്തിനും അച്ഛനും ഒക്കെ ആയിട്ട് എന്റെ അമ്മ ഉണ്ടായിരുന്നു, എന്നെ വന്ന് കാണുന്നുണ്ടായിരുന്നു. ആ, അത് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും എഴുതാനായിട്ട്. അപ്പൊ എന്തായിരുന്നു വന്ന് കാണാനായിട്ട് തോന്നിയിരുന്നത്? സാറിനെ കാണാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ ആദ്യത്തെ അറ്റംപ്റ്റില് ഇന്റർവ്യൂ വരെ പോയപ്പോ സാറിന്റെ ഗൈഡൻസ് ഭയങ്കര വാല്യുബിൾ ആയിട്ട് തോന്നി. അപ്പം പിന്നെ ഈ ട്രിവാൻഡ്രത്താണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് എങ്ങനെ എനിക്ക് നേരത്തെ പരിചയമുള്ള മെന്റേഴ്സ് അധികം ഇല്ല. അപ്പൊ പിന്നെ സാറിന്റെ ആയിട്ടുള്ള എന്റെ ആ കൊളാബറേഷൻ വളരെ നല്ലതായിരുന്നുകൊണ്ട് എനിക്ക് സാറിനെ തന്നെ ആദ്യം വന്ന് കാണുന്നത്. കാരണം വരുമ്പോ തന്നെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു പ്ലാൻ. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 2 years ആയിട്ട് ടച്ച് ഇല്ലല്ലോ. അപ്പൊ അതെങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത് സാറിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാണ്. വരുമ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തിൽ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല, അതിനൊരു ഉറപ്പ് മാത്രം കൊടുത്താൽ മതി, നീ എഴുതിക്കോ കൂടെ ഉണ്ടെന്നുള്ളത്. അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യണമായിരുന്നു. കാരണം കൺവിൻസ് ചെയ്യണമെന്നല്ല, അവര് ദേവർ ഓൾസോ കോൺഫിഡൻസ് അബൌട്ട് ആദിത്യസ് പൊട്ടൻഷ്യൽ. പക്ഷെ അപ്പൊ അവരുടെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും കിട്ടാത്തപ്പം വീണ്ടും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ആദ്യത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതിയോണ്ട് ഞാൻ പറഞ്ഞു ഒരു അറ്റംപ്റ്റ് കൂടെ ആദ്യത്തിൽ കൊടുക്കുന്നില്ല, അതൊരു തെറ്റുമില്ല എന്നുള്ളത്. എന്നിട്ട് ആദ്യത്തെ നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ടെസ്റ്റ് എടുക്കുന്നുണ്ട്. യു പുട്ട് ദാറ്റ് എഫോർട്ട് ഇൻ ദാറ്റ് ഇയർ, റൈറ്റ്? ഐ മീൻ, അപ്പൊ ഈ കഴിഞ്ഞ ഇയറിൽ അപ്പൊ നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? IPTS വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ IPTS ഒരു ടെസ്റ്റ് പോലും വിട്ടിട്ടില്ല. എല്ലാ ടെസ്റ്റും അത് എനിക്ക് സെന്ററിൽ തന്നെ വന്ന് എഴുതണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഞാൻ കോവിഡിന്റെ ടൈം ആയിട്ട് വീട്ടിൽ ഇരുന്നെല്ലാം ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എക്സാം ഹാൾ എക്സ്പീരിയൻസ് വേണം എന്ന് വളരെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ IPTS ഡെയിലി വന്ന് എഴുതും. തുടക്കത്തിലൊക്കെ വളരെ മോശം മാർക്കായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റില് 52 സ്കോർ. ഞാൻ ശരിക്കും ഭയങ്കര സാഡായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനമ്മയുടെ വിളിച്ചു പറയുന്നത്, കാരണം നമ്മൾ വേറെ എവിടെയോ നിന്നതാണ്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ഇന്റർവ്യൂ വരെ പോയ ആൾ പെട്ടെന്ന് നമ്മൾ 50 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു റിലീജിയസ് ആയിട്ട് ആ ഓരോ ടെസ്റ്റിന്റെയും ടാർഗറ്റ്സ് നമ്മൾ എഴുതി. ഇപ്പൊ ഓരോ ടോപ്പിക്സിന്റെയും പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വായിച്ചു. ആ സൺഡേ വന്ന് എക്സാം എഴുതുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ നമ്മൾ ആ നോളജ് അക്വയർ ചെയ്ത് പതുക്കെ ആ ലെവലിലേക്ക്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ഫസ്റ്റ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിൽ നിന്ന് ലാസ്റ്റത്തെ ഫുൾ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ജമ്മാണ്. കാരണം 95 to 100 ആ റേഞ്ചിലെത്തി. കോൺഫിഡന്റ്. അതെ ഡെഫിനറ്റ്ലി. ആ 100 സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പ്രാവശ്യം എന്തായാലും കിട്ടാൻ നല്ല സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇത് ഈ പ്രിപ്പറേഷൻ ജേർണി കൂടെ പോകുന്ന പലരും ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട് ആണ്. നമ്മുടെ ഇനിഷ്യൽ അറ്റംപ്റ്റ്സിൽ നമ്മള് പ്രിലിംസ് മെയിൻസ് ഏതൊരു ഇന്റർവ്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാല് നെക്സ്റ്റ് അറ്റംപ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു ഇറ്റ് ഈസ് ലൈക്ക് കമ്മിങ് ബാക്ക് ടു സ്ക്വയർ വൺ. വീണ്ടും നമ്മൾ ആ ഒന്നേന്ന് വീണ്ടും എഫോർട്ട് ഇട്ട് വന്നാലേ നമ്മൾ എത്തത്തുള്ളൂ. അപ്പം ആ ഫസ്റ്റ് ടെസ്റ്റില് അല്ലെങ്കിൽ അതായത് ഐലൻഡ് IPTS നടക്കുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റില് 52 മാർക്ക് കിട്ടിയെന്ന് കേട്ടിട്ട് അവിടെ നിന്ന് ഫൈനൽ വരുമ്പോഴത്തേക്കും കൺസിസ്റ്റന്റ്ലി 100 സ്കോർ ചെയ്യാൻ പറ്റിയത് യു ആർ ബാക്ക് ടു ദ ബേസിക്സ് അല്ലേ? നീ സ്റ്റാർട്ടഡ് ഡൂയിങ് ഓൾ ദ ടെസ്റ്റ് സീരീസ്. അത് ഇവിടെ ഐലൻഡ് സെന്ററിൽ വന്ന് ടെസ്റ്റ് എടുക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ റിലീജിയസ്ലി നീ ചെയ്യരുത്. ഐ തിങ്ക് ദാറ്റ് സംതിങ് ഐ റിയലി അപ്രീഷിയേറ്റ്. മെനി ടൈംസ് ഒരു തവണ ഇന്റർവ്യൂ വരെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ ബേസിക്സ് എനിക്കറിയാം, ഈ സാധനമൊക്കെ എനിക്കറിയാമെന്നൊരു തോന്നലായിരിക്കും. വീണ്ടും ഒന്നേന്ന് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും മടിക്കും. എന്താ ഓൾറെഡി പോയതാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ മെയിൻസ് എഴുതുന്നു, പ്രിലിംസ് പാസ്സാവുന്നു, പിന്നെ മെയിൻസ് എഴുതുന്നു. അപ്പം അത്തവണ പ്രിലിംസ് പാസ് കഴിഞ്ഞ് മെയിൻസ് എഴുതി കഴിയുമ്പോഴത്തേക്കും ഇത്തവണ ഇന്റർവ്യൂ കോൾ കിട്ടുമെന്ന് കോൺഫിഡന്റ് ആയിരുന്നു അതോ? ഇന്റർവ്യൂ കോള് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്നപ്പോ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം മെയിൻസ് എഴുതി കഴിഞ്ഞാൽ മെയിൻസ് ക്ലിയർ ആണ്. എനിക്ക് മിക്കപ്പോഴും പ്രിലിംസ് ആയിരുന്നു ആ ഒരു കൺഫ്യൂസിങ് പാർട്ടായിട്ടുള്ളത്. പക്ഷെ മെയിൻസ് ഇന്റർവ്യൂ കോൾ വരുമെന്ന് ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യണം എന്നാണ് മെയിൻസ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മെയിൻസ് ആണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. നമ്മുടെ ടോട്ടൽ സ്കോറിന്റെ ഒരു 85% മെയിൻസ് എന്നാണ് വരുന്നത്.
സോ എങ്ങനെയെങ്കിലും ആ മെയിൻസിന്റെ മാർക്സ് പുഷ് ചെയ്ത് നമുക്ക് നേരത്തെ തന്നെയെങ്കിലും ഒരു 10, 15, 20 മാർക്കെങ്കിലും ചെയ്യണം. ഓക്കെ, കൂട്ടണം എന്നുണ്ട്. ഉണ്ടായിരുന്നു. ഇത്തവണ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഡാഫ് ഒക്കെ റെഡി ആയിരുന്നു. സോ ഐ തിങ്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇരുന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇത്തവണത്തെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? സാർ പറഞ്ഞ പോലെ ഡാഫ് ആയിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഐ തിങ്ക് യു കേം ആൻഡ് സിറ്റ് സാറുമായിട്ടായിരുന്നു കൊളാബറേറ്റ് ചെയ്ത്. എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ ഡാഫിൽ നിന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ള ഡാഫിൽ നിന്ന് ഈ ഡാഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത്, നമുക്ക് എവിടെയൊക്കെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് മേജർ ഏരിയാസിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്, പുഷ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ പ്രൊഫൈല് കാണിക്കുന്നത് കൊണ്ടുവരും. ഓക്കെ, അതെ. എസ്പെഷ്യലി നമുക്ക് ഡാഫ് പ്രിപ്പറേഷൻ ഈസിയാണ്, അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള ഡാഫ് അനാലിസിസും എങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ അതിനുശേഷമുള്ള സാറുമായിട്ട് വൺ ഓൺ വൺസ് ഓൾമോസ്റ്റ് നമ്മൾ വീക്ക്ലി ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് മെയിൻസിന്റെ ഇത് വന്ന്, എനിക്ക് തോന്നുന്നു ജനുവരി ടു മാർച്ച് 4th ആയിരുന്നു ഇന്റർവ്യൂ. ആ അത്രയും ടൈമിൽ വീക്ക്ലി സാറുമായിട്ട് ഉള്ള ആ വൺ ഓൺ വൺ എല്ലാ വീക്കിലും ആദ്യത്തെ വരുമായിരുന്നു. സപ്പോസ് ഞാൻ ഓഫീസിലില്ലെങ്കിൽ ആദ്യത്തെ വീട്ടിൽ വരുമായിരുന്നു. എല്ലാ ആഴ്ചയും ഒരു 1 to 1 ആദ്യത്തെ ആയിട്ട് എടുക്കുമായിരുന്നു. ഈ ഒരു ജേർണിയില് ഞാൻ ഇൻട്രസ്റ്റിംഗിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിന് സപ്പോർട്ട് ഭയങ്കര ക്രൂഷ്യലാണ്. അച്ഛനും അമ്മയ്ക്കും അവിടെ വളരെ തിരക്കുള്ള ഒരു ജോലികളുണ്ട്. ഒരു മേജർ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ടുപേരും നോക്കുന്നുണ്ട്. അപ്പം രണ്ടുപേർക്കും തിരക്കുണ്ടെങ്കിലും ബട്ട് ദേവർ ടുഗദർ വിത്ത് പ്രത്യേകിച്ചും കൊല്ലം ട്രിവാൻഡ്രം യാത്ര, അതും ഈ മോശം ട്രാഫിക്കിനിടയിൽ കൂടെ, പ്രത്യേകിച്ച് ഇപ്പൊ പണി നടക്കുന്നതിനിടയിൽ കൂടെ എല്ലാ ആഴ്ച. അപ്പം ഫാദറിന്റെ മദറിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ കാണുന്നു? സർ, അവരില്ലാതെ ശരിക്കും ഈ ജേർണി പോസിബിൾ അല്ല സത്യം പറഞ്ഞാൽ. കാരണം അവർ രണ്ടുപേരും പലപ്പോഴും ഈ ജോലി തിരക്കുകൾ, സാർ പറഞ്ഞ ജോലി തിരക്കുകൾ ഇത് ഒഴിവാക്കി നമ്മുടെ കൂടെ ഫുൾ ടൈം ഈ യാത്ര ചെയ്യാനാണെങ്കിലും ഒക്കെ ഉള്ള സപ്പോർട്ട്. എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റില് ഓർക്കുന്ന അച്ഛൻ ജോലിയൊക്കെ വിട്ടിട്ടും വളരെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്തും നമ്മുടെ കൂടെ എന്റെ കൂടെ ഡൽഹിയില് ബോക്സ് എടുക്കാനും, ഇപ്പം ഈ അറ്റംപ്റ്റിലും അച്ഛനും അമ്മയും കൂടെയാണ് വന്ന് എന്റെ ഒപ്പം കേരള ഹൗസിൽ നിൽക്കുകയും ഇന്റർവ്യൂവിന്റെ സമയം വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ശരിക്കും അതില്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല സർ ഈ ജേർണി. വെരി ഇൻട്രസ്റ്റിംഗ്ലി യുവർ സിസ്റ്റർ ഇസ് നൗ സ്റ്റഡിങ് ഇൻ സിറ്റി അല്ലേ? ഓക്കെ, അപ്പം ആദ്യം ബ്രദർ ഇപ്പം ഉണ്ട്. ഞാൻ സിസ്റ്ററിന്റെ എനിക്കൊന്നും ഒരു ദിവസം മോക്ക് ഇന്റർവ്യൂ എടുക്കാൻ നേരത്തെ വീട്ടില് വന്നിരുന്നു. ഒരു ഭയങ്കര ഒരു മോറൽ സപ്പോർട്ട് ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും സർ. അച്ഛനമ്മയും പോലെ തന്നെ സിസ്റ്ററുമാണ്. അപ്പം ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുക, അതായത് എന്തെങ്കിലും മാർക്സ് വിചാരിച്ച പോലെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് റിസൾട്ട് വരുന്നതിന്. അപ്പം ഞാൻ അവളോട് ഇടയ്ക്ക് പറയും, ഇപ്രാവശ്യമെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അവള് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ കിടക്കും ചേട്ടാ, അല്ലെങ്കിൽ അത് വിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മള് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഈ അൺസർട്ടനിറ്റി കവർ ചെയ്യാൻ നമുക്ക് ഇതുപോലെ അച്ഛനും അമ്മയും സിസ്റ്ററും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, ആ ഒരു എക്കോസിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു ആൻസൈറ്റി ഇൻഡ്യൂസിങ് ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. നമുക്കത് അല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് UPSC യു സ്റ്റാൻഡ്സ് ഫോർ അൺസർട്ടനിറ്റി എന്നുള്ളത്. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, നല്ല റാങ്കിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ ഈ സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഈ സൈക്കിളിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ബിക്കോസ് ഓഫ് ദിസ് അൺസർട്ടനിറ്റി ഇഷ്ടംപോലെ ആൻസൈറ്റിയും അങ്ങനത്തെ ഇഷ്യൂസും ഉണ്ട്. അപ്പൊ ഒത്തിരി കുട്ടികൾ അതായത് ഒരു പ്രോപ്പർ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാറില്ല. ആദ്യത്തിന് എന്തായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ? ഇതുപോലെ ഡൗൺ ആവാറുണ്ടായിരുന്നു, ആൻസൈറ്റി ഉണ്ടാവാറുണ്ടായിരുന്നു? അപ്പൊ എന്ത് ചെയ്തിരുന്നു, എങ്ങനെ അതിനെ ഓവർകം ചെയ്തിരുന്നു? സർ, ഡെഫിനറ്റ്ലി ഇത് ഒരിക്കലും ഒരു സ്മൂത്ത് ജേർണി അല്ല ഇത് UPSC. നമ്മൾ കൂടുതലും ഈ ടെസ്റ്റും അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും മാർക്സ് പറയുമ്പോഴും ഒക്കെ വളരെ നമ്മളൊരു ഡൗൺ ആയിട്ട് പോവാം. പക്ഷെ അപ്പം നമ്മൾ അച്ഛനും അമ്മയും സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ചെയ്യാം, ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, പുറത്തു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ റിലീജിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ വീക്കിലും സൺഡേ ഞാൻ എക്സാം എങ്ങനെ പോയാലും ഞാൻ എക്സാം കഴിഞ്ഞ് വന്ന് നേരെ അമ്പലത്തിൽ പോയായിരുന്നു. അത് ഒരു റിച്വൽ പോലെ ഞാൻ എന്ത് വന്നാലും പോകുന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം അമ്പലത്തിൽ പോയി ഇരിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്കും പരീക്ഷയൊക്കെ മാറ്റി വെച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പൊ എന്ത് വന്നാലും പോകുന്നുള്ള ആ ഒരു റിച്വൽ പോലെ ചെയ്തിരുന്നു.
അപ്പം അതൊക്കെ നമ്മളെ തന്നെ സെയിനാക്കി വെക്കുക, നമ്മൾ തന്നെ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു സെൽഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ സെൽഫ് ബിലീഫ് എന്നുള്ള ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോസസ്സ്. അതിനെ നമ്മളെ സഹായിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ കൂടെ കൊണ്ടുപോകാന്നുള്ളത്. എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ പല ആസ്പിറൻസും ഈ ഒരു ജേർണിയിൽ വരുമ്പോൾ അവര് ഭയങ്കര ഐസൊലേറ്റഡ് ആവുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് വിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ അവരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത്. അപ്പൊ ഞാൻ ഇവൻ UPSC ചെയ്യാത്ത ഫ്രണ്ട്സുമായിട്ടും ഇടയ്ക്ക് സംസാരിക്കും. അപ്പൊ വേറെ ജോലിയൊക്കെ ചെയ്യുന്നവരായിട്ട് നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ആ കണക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പം അത് നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്യും ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് കിട്ടാനും ഒക്കെ. I think this is something very important for the aspirant community out there. See, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഐസൊലേഷനിൽ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങളെ ഹാപ്പി ആക്കുന്ന, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന എലമെന്റുകൾ ചുറ്റും വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, നിങ്ങളുടെ പേരൻസ് ആവാം. നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പള്ളിയിൽ പോകുന്നതാവാം, അമ്പലത്തിൽ പോകുന്നതാവാം. ബിക്കോസ് ഐ നോ മെനി പീപ്പിൾ ആക്ച്വലി ഹാസ് ബിക്കം UPSCയുടെ ഒരു പ്രത്യേകതയാണ്. UP സർക്കിളിൽ കയറുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് റിലീജിയസ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആന്റഗണിസ്റ്റ് ആകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ ടെൻഷൻ വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളാകുന്നത്. പക്ഷെ ഐ തിങ്ക് വി നീഡ് ടു കീപ് ഓൾ ഓഫ് ദിസ് തിങ് ടുഗദർ ടു അസ്, സോ ദാറ്റ് നമ്മൾ ആ ഒരു സെയിം മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറയുന്നത്. ആൻഡ് മെനി ടൈംസ് സ്റ്റുഡന്റ് ആക്ച്വലി ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഓൾസോ. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ UPSC കരിയറിനെ പറ്റി കൂടുതൽ ക്ലിയർ ആവുന്നു. അതായത് UPSC ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴുള്ള കരിയറിനെ പറ്റി ക്ലിയർ ആവുന്നു. ഒരു സിവിൽ സർവന്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പം താങ്കളുടെ മനസ്സിൽ ഒരു ഐഡിയൽ സിവിൽ സർവന്റ് ഇല്ലേ? അപ്പം എങ്ങനെയുള്ള ഒരു സിവിൽ സർവന്റ് ആവണം എന്നാണ് ആദ്യത്തിന് ആഗ്രഹിക്കുന്നത്? സർ, സിവിൽ സർവീസിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം ബാക്കി കരിയേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ നേഷനോട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം സിവിൽ സർവീസിന് നമ്മൾ IAS അല്ലെങ്കിൽ IPS എന്തായാലും നമ്മൾ ആ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ഏറ്റവും താഴെ തൊട്ടുള്ള ഏറ്റവും മുകളിലത്തെ ആളായാലും നമുക്ക് ഒരേപോലെ അവരെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ പറയും ഈ എഡ്യൂക്കേഷനിലായാലും അല്ലെങ്കിൽ വിമൻ എൻവയോൺമെന്റ് ആ റീജൻസിലൊക്കെ ആയാലും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ തന്നെ. അപ്പൊ ഹോപ്പ്ഫുള്ളി സർവീസിൽ കയറുമ്പോഴും അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ 2 ചോദ്യങ്ങൾ കൂടെ ചോദിക്കാൻ. ഒന്ന്, പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ സമയം, വെരി ഹാപ്പി. റിസൾട്ട് ആയിരിക്കും ഒബ്വിയസ്ലി ഒന്ന്. റിസൾട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാട്ട് വാസ് ദ മൊമെന്റ് ഓഫ് ഹൈ ഏതായാലും? ഒരു ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞു സർ. ഈ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 100+ സ്കോർസ് വന്നുകൊണ്ടിരുന്ന സമയത്ത് കാരണം ഈ പ്രിലിംസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അൺപ്രഡിക്റ്റബിൾ. സോ ഈ 3 ജേർണിയിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിച്ചത് പ്രിലിംസ് ആണ്. അപ്പം ആ IPTS ടെസ്റ്റിൽ കണ്ടിന്യൂസ്ലി ടോപ്പ് വന്നപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളൊരു 100+ സ്കോർസ് വന്നപ്പോ നമുക്ക് എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്തായാലും ഇപ്രാവശ്യം എന്റെ മനസ്സിൽ അതായിരുന്നു, എന്ത് ക്വസ്റ്റ്യൻ UPSC എങ്ങനത്തെ പേപ്പർ സെറ്റ് ചെയ്താലും 100 എത്തിക്കണം എന്നുള്ളൊരു ആയിരുന്നു. അപ്പൊ ഞാൻ റിസൾട്ട് നോക്കിയപ്പോഴും 99.65 ആയിരുന്നു. അപ്പൊ ഏകദേശം അത് സംഭവിച്ചു. ഈ പ്രിപ്പറേഷൻ ജേർണലിൽ ഏറ്റവും ലോ പീരീഡ് ഏതായിരിക്കും? സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ലോ പീരീഡ്സ് ഒരുപാടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഏറ്റവും ഇത് വരുന്നത് വെച്ചാല് ഈ ഞാൻ പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു 1 month അല്ലെങ്കിൽ 1.5 months ബിഫോർ ആണ് ആ വർഷത്തെ റിസൾട്ട് വരുന്നത്. അപ്പൊ ആ വർഷത്തെ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് അറിയുന്ന കുറെ പേർക്ക് കിട്ടി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടിയെന്നുള്ള നമ്മള് ആ അറ്റംപ്റ്റ് എടുത്തില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് മിസ്സായല്ലോ എന്നുള്ളൊരു വളരെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ ഒരു വളരെ ഡൗൺ ആയിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ UPSC ഇല്ലാത്ത ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവര് പറയും കുഴപ്പമില്ല, അവർക്ക് കിട്ടുമെങ്കിൽ നിനക്കും കിട്ടാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അതിനെ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അത് നമ്മൾ കടന്നു. പക്ഷെ എവിടെയോ ഒരു ചെറിയ ബിലീഫ് ഉണ്ടായിരുന്നു നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ സമയമായിട്ടല്ല പോകുന്നതേ ഉള്ളൂ. അതെല്ലാം പ്രിപ്പറേഷൻ എല്ലാ ബോക്സസും ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ വരെ എത്താം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. പ്രിപ്പറേഷൻ എല്ലാ ബോക്സും ടിക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് എടുക്കുക, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇന്റർവ്യൂ വേണ്ടി പ്രിപ്പയർ ചെയ്യുക, മാത്രമല്ല മെന്റലി പോസിറ്റീവ് ആയിട്ട് നിർത്തുക. ഇതൊക്കെ ആയിരുന്നല്ലേ പ്രിപ്പറേഷൻ എല്ലാം ടിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെ സാർ, എസ്പെഷ്യലി ആ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മള് ആ ഒരു വൺസ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ 100% പറ്റുന്ന വരില്ല, അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ 80 to 90% എങ്കിലും ആ ടാർഗറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ എണീറ്റ് അടുത്ത ടാർഗറ്റിലേക്ക് പോയാലേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ ആണ് നമുക്ക്. കാരണം മോട്ടിവേഷൻ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ വൺസ് ഈ ഒരു ഡിസിപ്ലിൻ ആവാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു റിച്വലിലേക്ക് വരും. അപ്പം അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്ലസ് ഈ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്കോസിസ്റ്റം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ചേഞ്ച്, എസ്പെഷ്യലി വുമൺ എംപവർമെന്റ്, അതുപോലെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലുള്ള സെക്ടേഴ്സിൽ ഒരു വളരെ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഓഫീസറായിട്ട് മാറാൻ ആദ്യത്തിന് സാധിക്കട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും ആദ്യം നൽകുന്നു. താങ്ക് യു. താങ്ക് യു.